സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. VD സതീശനൊന്നും എന്നെ ഒന്നും പറയേ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു അന്വേഷണം വേണം എന്തായാലും. പോയ വോട്ടുകൾ എവിടെ പോയി? ഇനി ജീവിതത്തിലൊരിക്കലും തിരിച്ച് ഞാൻ കോൺഗ്രസിലേക്ക് പോവില്ല. രാഹുൽ ഗാന്ധി വന്നേ പിന്നെ അപ്പോയിൻമെൻറ്റും കിട്ടില്ല, നമുക്ക് ആരോടും വിഷമം പറയാനില്ല. പിണറായി വിജയൻ, കെ കരുണാകരനൊക്കെ പറയുന്നവരൊരു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചേരുന്ന ആൾക്കാരാണ്. രമേശ് ചെന്നിത്തല നല്ലതായിരുന്നു. ഒരു മുഖ്യമന്ത്രിയായിട്ടൊരാൾ നിന്നാൽ തോക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ അത്രയ്ക്കൊക്കെ ഒരു ശത്രുതയുടെ ആവശ്യമുണ്ട്? ഇല്ല, അതെന്നോടല്ല വയ്ക്കേണ്ടത്, കെ മുരളീധരനോട് വയ്ക്കേണ്ടത്. ആ പാർട്ടി മാറിയതിൻ്റെ പേരിൽ എന്താ അദ്ദേഹം അന്നത്തെ ദിവസം പറഞ്ഞേ, എൻ്റെ പെങ്ങളല്ല. സോണിയാഗാന്ധിക്ക് മീൻ കൊണ്ടു കൊടുക്കുമായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം ഞങ്ങൾക്ക് തിരുത കൊണ്ടുവന്ന് ഞാൻ ഇന്ന് വരെ അങ്ങ് ഒരു എന്താ പറയുക സാധനം കൊണ്ടുവന്ന് തന്നിട്ടില്ല. ഇല്ല, ഇങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എപ്പോൾ പോകുമ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടാണ് പോവുക ആ വീടിനെ. പക്ഷെ അവസാനം പോയപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല അച്ഛൻ. BJP ദേശീയ കൗൺസിൽ അംഗവും BJP കോർ കമ്മിറ്റി അംഗവുമായ ശ്രീമതി പത്മജ വേണുഗോപാലാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീമതി പത്മജ വേണുഗോപാൽ. നമസ്കാരം. ഇപ്പം തൃശ്ശൂരിൽ ഒരു തോൽവി പ്രതീക്ഷിച്ചിരുന്നു, അതോ പാർട്ടിക്കാർ കാലുവാരിയതാണ്? തോൽവി എനിക്ക് പ്രതീക്ഷിച്ചിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നത് ശ്രീ പിണറായി വിജയനോടുള്ള ദേഷ്യം കൊണ്ട് BJP അനുഭാവികളുടെ ഒക്കെ വോട്ട് പോയി, LDFൻ്റെ വോട്ട് പോയി. എനിക്ക് തോന്നുന്നു LDFിൽ തന്നെ പിണറായി വിജയനെതിരെയുള്ളൊരു വിഭാഗം ഉണ്ടായിരുന്നു, അതായത് യഥാർത്ഥ കോൺഗ്രസ്സുകാർ. അവർക്ക് പേടിയായിരുന്നു, ഇനി ഒരു പ്രാവശ്യം കൂടി വന്നാൽ ബംഗാൾ മാരിയാവും എന്നൊക്കെ പറഞ്ഞ് പരത്തി. പക്ഷെ ഇത്ര ഡീപ്പായിട്ടുണ്ടെന്ന് ആരും മനസ്സിലാക്കിയില്ല. കുത്തിയവർ മുഴുവൻ UDFന് കുത്തി. അതിൽ ഇവരുണ്ട്, LDF ഉണ്ട്, BJP ഉണ്ട്, എല്ലാവരും അത്യാവശ്യം വോട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെറും ഇതല്ല, സുനാമി മാരിയാണ് വന്നത്. നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണടച്ച് കുത്തുക എന്ന് പറഞ്ഞിട്ടില്ലേ, അത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത്. ഈ പ്രചാരണത്തിനിടയിൽ അങ്ങനെ ഒരു ഫീല് തോന്നിയിരുന്നു? എനിക്ക് തോന്നിയിരുന്നു. ഇത്ര തോന്നിയിട്ടില്ല. എവിടെയൊക്കെയോ അവസാനത്തെ ഒരു 5-6 ദിവസമായപ്പോൾ അതൊക്കെ ഒരു വലിയ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങിപ്പോയില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇറങ്ങിയല്ലാണ്ട് പിന്നെ ആദ്യം മത്സരിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പാർട്ടി പറഞ്ഞിട്ടാണ്, നിർബന്ധിക്കല്ല. അവർ പറഞ്ഞു നിർബന്ധമായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ പാർട്ടി പറഞ്ഞ് കേൾക്കുന്ന സ്വഭാവം എനിക്ക് അതിൽ കേൾക്കുമ്പോഴും ഇതിൽ കേൾക്കുമ്പോഴും അതേമാതിരി. അല്ല, അവർ എങ്ങനെയുണ്ട് നോക്കാനായിരിക്കും നമ്മുടെ എത്ര വോട്ട് ഇതെന്നുള്ള. അപ്പോൾ തൃശ്ശൂർ ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് കിട്ടിയത് ശ്രീ സുരേഷ് ഗോപിക്കുള്ള വോട്ടുകളാണ് കൂടുതൽ കിട്ടിയത്. നമ്മൾ വരുമ്പോൾ ഒരു സിനിമാ താരത്തിനോടുള്ള ഒരു സെലിബ്രിറ്റിയോടുള്ള ഒരു ആവേശം ഇതൊക്കെയാണ് കൂടുതൽ. പാർട്ടി വോട്ടായിരുന്നില്ല. പാർട്ടി വോട്ട് കുറച്ചുണ്ടായിരുന്നു, ഇല്ലയെന്ന് തീരെ പറയാൻ പറ്റില്ല. കുറച്ച് പാർട്ടി വോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ കൂടുതലും ഇതാണെന്ന് എനിക്ക് പിന്നെ പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ പിന്നെയുള്ള BJPക്കാർ അന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷനേ ഇല്ലല്ലോ ഈ മറ്റേ പിണറായി വിജയനോടുള്ള. പിന്നെ വലിയൊരു ആൾ വന്നു എന്നുള്ളൊരു ആൾക്കാർക്കുള്ളൊരു ത്രില്ല്, അതിലാണ് ഇത്രയും വോട്ടിന് കയറി. കാരണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും അത്യാവശ്യം എനിക്ക് തോന്നുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി വരെ വോട്ട് ചെയ്തിട്ടുണ്ട് സ്ത്രീകൾ. സുരേഷ് ഗോപി ആ ഒരു എഫക്ട് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രതിഫലിച്ചില്ല. കോർപ്പറേഷനിലും ഇല്ല, നിയമസഭയിലും ഇല്ല. സുരേഷ് ഗോപിയുടെ ഒരു ജയിച്ച ശേഷമുള്ള ഒരു സ്വാധീനം ആ മണ്ഡലത്തിലില്ലേ? അധികം ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് പിന്നെ എല്ലാ സ്ഥലത്തും ഓടി നടക്കുന്ന, തൃശ്ശൂർ 2 പ്രാവശ്യം മറ്റോ വന്നിട്ടുള്ളൂ. പൊതുവെ എല്ലാ സ്ഥലത്തും ചില അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സ്വാധീനമായിട്ട് എനിക്ക് തോന്നിയില്ല. ക്രൈസ്തവ സഭ അംഗങ്ങളുടെ ഒട്ടും കിട്ടിയില്ല. അതായത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഒരുമിച്ചു ധ്രുവീകരണം ഉണ്ടായി. അതിൽ ഒറ്റ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല, എല്ലാം UDFന് പോയി. അത് ശരി. ഈ BJP ഒരു കാലുവാരലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് അറിയില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു അന്വേഷണം വേണം എന്തായാലും. പോയ വോട്ടുകൾ എവിടെ പോയി എന്നുള്ളതൊക്കെ. കുറച്ച് വോട്ട് ഇല്ല, വന്നിട്ടില്ല. പോയതുപോലെ BJP NDA പോയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, നമ്മൾ കേട്ടുകേൾവികളിലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റിൻ്റെ അടുത്ത്. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നേതൃത്വമാണ്. പാർട്ടി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തവണ മത്സരിച്ചപ്പം പിന്നെ വളരെ നേരിയ മാർജിനിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. അതെ, 900 വോട്ടിന്. 900 വോട്ടിന് അന്ന്. പക്ഷെ ഇപ്പൊ മാർജിൻ വ്യത്യാസമുണ്ട്, 3ാം സ്ഥാനത്തേക്ക്. അന്നേരം അന്ന് പറഞ്ഞു ഒരു കാര്യം ബോധ്യായി, എനിക്ക് ആൾക്കാർക്ക് എന്നോട് ഇഷ്ടമുണ്ടല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര വോട്ട് എനിക്ക് തരില്ലല്ലോ. പക്ഷെ ഇപ്രാവശ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു, ഭയങ്കര വ്യത്യസ്തമാണ്. അന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാർ തന്നെ പിന്നിൽ നിന്ന് കുത്തിയോണ്ടാണ്. അത് കറക്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഈ 900 വോട്ടിന് ഒപ്പം നിന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതെ,
അതെന്താ അന്ന് അങ്ങനെ പിന്നീട് അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് വിശദീകരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാനത് അങ്ങനെ പറയാനുള്ള കാരണം ആരാ, പ്രത്യേക വ്യക്തികളാണോ അതിന് മുൻകൈ എടുത്ത്? വ്യക്തികളാണ്. പക്ഷെ പേരുകൾ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും പണ്ടും ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല അവരുടെ പേരുകൾ. ഇപ്പം തൃശ്ശൂർ ഒരാളോട് പുറത്തിറങ്ങി ചോദിച്ചു നോക്കൂ, അവർ പറഞ്ഞുതരും. കാരണം അവർക്കറിയാം. അതിൽ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആരുടെയെങ്കിലും സ്വാധീനം ഉണ്ടായിരുന്നു? ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. എല്ലാവരുടെയും അനുയായികളല്ലേ ഓരോരുത്തർ അവിടെയൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ സങ്കടങ്ങളെല്ലാം ദൈവത്തിനോടാണ്. അപ്പോൾ ദൈവം കാണാതിരിക്കില്ലല്ലോ, അതിൻ്റെ റിസൾട്ട് ഓരോരുത്തർക്ക് കിട്ടുന്നുണ്ട്. അല്ല, പൊതുവെ പിന്നെ ലീഡറുടെ മകൾ, ലീഡർ കെ കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ എക്കാലത്തെയും വലിയ നേതാവാണ്. അന്നേരം അദ്ദേഹത്തിന്റെ മകൾ BJP-യിലേക്ക് പോയപ്പോൾ അന്നതൊരു വലിയ ചർച്ചയായിരുന്നു. അങ്ങനെ പോകാനായിട്ട് അത്ര മനസ്സുമെടുത്താണോ പോയത്? അതെ, ഇനി ജീവിതത്തിലൊരിക്കലും തിരിച്ച് ഞാൻ കോൺഗ്രസിലേക്ക് പോവില്ല. കാരണം എന്താ പറയുക, ആ പ്രസ്ഥാനത്തിനോട് എനിക്കിപ്പോഴും ബഹുമാനവും സ്നേഹമുണ്ട്. പക്ഷെ ഇരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ആരോടും എനിക്കൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, ഒന്നും ഇതാ. പക്ഷെ ഈ പറഞ്ഞ മാതിരി VD സതീശനൊന്നും എന്നെ ഒന്നും ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തിട്ടില്ല. അല്ലാത്ത കുറച്ച് നേതാക്കന്മാർ കൂടിയിട്ടാണ് ഈ പണിയൊക്കെ ഒപ്പിച്ചത്. അവരുടെ ധൈര്യത്തിൽ ലോക്കൽ ആൾക്കാരും. ഹൈക്കമാൻഡുമായിട്ട് അന്ന് വലിയ അടുപ്പമൊന്നും ഇല്ലായിരുന്നു അന്ന് കോൺഗ്രസ് നിൽക്കുമ്പോൾ? അതായത് അന്ന് സോണിയാഗാന്ധി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ നല്ല അടുപ്പമായിരുന്നു. കാരണം എന്നെ എപ്പോൾ ചോദിച്ചാലും അപ്പോയിൻമെൻറ്റ് തരും, അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മുടെ വിഷമങ്ങൾ പറയാം ഒരു അമ്മയുടെ മാതിരി. പക്ഷെ രാഹുൽ ഗാന്ധി വന്നേ പിന്നെ അപ്പോയിൻമെൻറ്റും കിട്ടില്ല, നമ്മൾക്ക് ആരോടും വിഷമം പറയാനില്ല. ഇപ്പം മാഡത്തിന് സുഖമില്ലാണ്ടായപ്പോൾ അവർ പറയും, രാഹുലിൻ്റെ അടുത്ത് പറയൂ, അവർക്ക് തീരെ വയ്യായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവരെ കുറ്റപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഒന്നും കാണുകയില്ല, നമ്മൾ ആരോടെ വിഷമം പറയാ, ഇവിടുത്തെ കുറച്ച് നേതാക്കന്മാരോട്. രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു പേഷ്യൻ്റ് ഹിയറിങ്ങിന് ഒരിക്കലും തയ്യാറായില്ല. ഇല്ല, ഒരു പ്രാവശ്യമായിട്ട് കാണാൻ തന്നെ ഇതായിട്ട് സമീപിച്ചിരുന്നു, കാണാൻ ചോദിച്ചിരുന്നു. പക്ഷേ അന്നൊക്കെ ഇപ്പോഴും പാർട്ടിയിൽ രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വന്നത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി മാറിയ ശ്രീ KC വേണുഗോപാൽ. KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ലീഡർ പിക്ക് ചെയ്തെടുത്ത ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ സമീപനം എങ്ങനെയായിരുന്നു? തീരെ ഗുണമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് കുറേ ലോക്കൽ ആൾക്കാരായിട്ട് ഭയങ്കര പഴയ ബന്ധങ്ങളാണ്. അപ്പം അവർ കണ്ണുറപ്പിച്ചാൽ അദ്ദേഹത്തിന് പേടിയാണ്. എന്താ അതിൻ്റെ ഉള്ളിലത്തെ ഗുട്ടൻസ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ആ നേതൃത്വമായിട്ട് ഞാൻ തീരെ അടുപ്പായിരുന്നില്ല. അവരാണ് ഇലക്ഷൻ സമയത്ത് എന്നെ തോൽപ്പിക്കാനും ഇതിനൊക്കെ നിന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ പരാതി പറഞ്ഞപ്പോൾ KPC വൈസ് പ്രസിഡൻ്റായിരുന്ന എന്നെ തരം താഴ്ത്തി ഇതിലേക്കായി, എക്സിക്യൂട്ടീവിലേക്ക്. അപ്പോൾ ഒന്നിനും കൊള്ളാത്ത ആൾക്കാർ കയറി സ്റ്റേജിലിരിക്കുക, ഞാൻ ഏറ്റവും ബാക്കിലൊക്കെ സീറ്റിൽ, അങ്ങനെ ഓരോന്നിലും അവമാനിച്ച് മെയിൻ ഇതിൽ സീറ്റ് തരില്ല, പലതിനും എന്നെ വിളിക്കില്ല, അങ്ങനെയൊക്കെ മാറ്റി നിർത്തുമായിരുന്നു തൃശ്ശൂർ. അപ്പോൾ അത് കംപ്ലൈൻറ്റ് പറയാൻ ആകെ എന്നെ കുറച്ച് അക്കാര്യത്തിൽ സഹായിച്ചത് സുധാകരൻ ഏട്ടനായിരുന്നു, മറ്റേ K സുധാകരൻ. ആൾക്ക് ഭയങ്കര അതിൽ എൻ്റെ അടുത്ത് ഈവൻ സിമ്പതി കാണിച്ച ഒരാൾ VD സതീശനാണ്. ആൾ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യുക, ഞാൻ കുറേ പറഞ്ഞു നോക്കി. അപ്പം മോളിൽ നിന്നുള്ള ഒരു താല്പര്യം, ആ താല്പര്യത്തിന് കാരണം ഞങ്ങളുടെ അവിടുത്തെ ലോക്കൽ ലീഡേഴ്സാണ്. അവരൊക്കെ വലം കൈയാണ്, അവരെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ KC ലീഡറോടൊന്നും ഒരു കൂറ് പുലർത്തിയിരുന്ന ആളായിരുന്നില്ലേ? ആയിരുന്നു, പക്ഷെ നമ്മളോട് കാണിച്ചില്ല. KC അന്ന് പണ്ട് ലീഡർ ഉള്ളപ്പം വിദ്യാർത്ഥി നേതാവായിട്ട് വരുന്ന സമയം തൊട്ട് തന്നെ ലീഡറുടെ പിന്നെ ഞാൻ എൻ്റെ സ്വന്തം ബ്രദറുമായി വിചാരിച്ചിട്ടുള്ള ഒരാളായിരുന്നു. ഞങ്ങളുടെ വീട്ടിലല്ലേ താമസിച്ചിട്ടുള്ളതൊക്കെ 5 കൊല്ലം. അത് ശരി. 5 കൊല്ലം അച്ഛൻ്റെ ഇവിടെയായിരുന്നു, ഔട്ട് ഹൗസിലായിരുന്നു. ഞങ്ങളുടെ അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുക. എൻ്റെ അമ്മ ഇവരൊക്കെ സ്വന്തം മക്കളെ മാതിരിയാണ് കണ്ടിരുന്നത്. രമേശ് ചെന്നിത്തലയാണെങ്കിലും KC ഒക്കെ ആണെങ്കിലും. അന്ന് ഈ വീട്ടിലെ സംസാരങ്ങൾക്കിടയിൽ എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്നൊക്കെ ഇദ്ദേഹം പറയുമായിരുന്നു. അല്ല, പണ്ട് തമാശക്ക് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇത് പറയും. അപ്പോൾ അല്ല, അച്ഛൻ്റെ അടുത്ത് അത്ര സ്വാതന്ത്ര്യമായിരുന്നു ആൾക്ക്. അപ്പം അങ്ങനെ പറയുമ്പോൾ അച്ഛൻ കളിയാക്കുകയും ചെയ്യും, എനിക്ക് മുഖ്യമന്ത്രിയായി വരണമെന്നോ. അല്ല, തമാശ ലീഡർമാരി ആവണം എന്നൊക്കെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ഇത് പറയും. അത് തമാശയായിട്ടാണോ ഗൗരവമായിട്ടാണോ നമുക്കറിയില്ല. അപ്പോൾ അച്ഛൻ ഇരുന്ന് ചിരിക്കുകയും ചെയ്യും. അച്ഛൻ പറഞ്ഞ് നിന്നെ കൊണ്ടാ എന്ന് പറഞ്ഞിട്ട് കളിയാക്കും അച്ഛൻ. അപ്പോൾ അത്രയും സ്വാതന്ത്ര്യമായിരുന്നു അച്ഛൻ്റെ അടുത്ത്. ഇപ്പം എങ്ങനെയാണ് രാഹുൽജിയുടെ അടുത്ത്, അതിനേക്കാളും കൂടുതലായിരുന്നു അച്ഛൻ്റെ അടുത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ വളർച്ചയ്ക്ക് തന്നെ ആ ഒരു ബന്ധം വലിയ രീതിയിൽ സഹായിച്ചു. പിന്നെ എന്താ സംശയം, അച്ഛനല്ലേ ആദ്യമായിട്ട് KC ഇതൊക്കെ കൊടുത്തതും സീറ്റ് കൊടുത്തതും. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്, എന്ത് പറയുന്നു?
അത് കോൺഗ്രസിൻ്റെ കഴിവല്ല, ഒട്ടുമല്ല. LDFിൻ്റെ അടുത്ത് ആൾക്കാരുടെ ഉള്ളിൽ പക നിറച്ചു അങ്ങോട്ട് സോഷ്യൽ മീഡിയ വഴി. ഇത് വായിക്കുന്നവർ എല്ലാവരും വെറുത്തു പോവും. അപ്പം അതുകൊണ്ട് ആ വെറുപ്പാണ് ഇവരുടെ വോട്ടായിട്ട് മാറിയത്. അല്ലെങ്കിൽ നോർമൽ വോട്ടല്ല അത്. ഒരു കോൺഗ്രസ് ജയിക്കുകയാണെങ്കിലും ഒരു 80 സീറ്റൊക്കെ വരെ നമ്മൾ പ്രതീക്ഷിച്ചു. കുറച്ചൊരു ആൻറ്റി ഇതുണ്ട് നമുക്കറിയായിരുന്നു. പക്ഷെ ഇത്രയും വെറുപ്പ് ഉള്ളിലുണ്ടായിരുന്നു ആൾക്കാർക്ക്, അത് ഇവരുണ്ടാക്കിയതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും സീറ്റ് കിട്ടുന്നത് തന്നെ നല്ലതല്ല ഒരിക്കലും. എൻ്റെ അച്ഛനൊരിക്കൽ 110 അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് 1 മാസത്തിനുള്ള ഇറങ്ങി പോകേണ്ടി വന്നു. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ പറയും ഇങ്ങനത്തെ ഒക്കെ കണ്ണു വരും ആൾക്കാരുടെ എന്ന് പറഞ്ഞ കാര്യം. ഇനി എന്ത് സംഭവിക്കുന്ന തുടക്കത്തിലേ പ്രശ്നം ആൾക്കാർക്കുള്ള. ഇപ്പം ആൾക്കാർ പറയണത് ഈ നിമിഷം ഇലക്ഷൻ നടന്ന കോൺഗ്രസിന് ഒറ്റ വോട്ടും കിട്ടില്ല എന്ന്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തന്നെ വലിയ എന്ത് മോശം അറിയോ. അതായത് ആ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ തലയിൽ കൂടെ കൊണ്ടിട്ട് നടക്കാൻ തോന്നുക എന്ന് പറഞ്ഞ്. അല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പിണറായി വിരുദ്ധത വന്നു, അതൊരു വലിയ തരംഗമായി മാറി എന്ന് പറയുന്നു. അതെ, അത്രയ്ക്ക് മോശം മുഖ്യമന്ത്രി ആയിരുന്നു പിണറായി? എനിക്ക് തോന്നണില്ല അത്രയ്ക്കും മോശമായിരുന്നു. പക്ഷെ എന്നാലും ഇത് പിണറായിനെ മാത്രം പറഞ്ഞിട്ടാണ് അവർ ഇതാക്കിയത്. കൂടെയുള്ള മന്ത്രിമാരെയോ അവരൊന്നും കുറ്റം പറയാൻ ഉണ്ടായിരുന്നില്ല. അവരങ്ങനെ ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചിട്ടുമില്ല. ഇദ്ദേഹത്തിനെ അങ്ങോട്ട് ഇതാക്കി ആൾക്കാരുടെ ഇടയിൽ. വല്ല നമ്മൾ പറയില്ലേ കുട്ടികളെ പേടിപ്പിക്കുന്നത്, ഇതേ പ്രേതം വരുന്നു യക്ഷി വരുന്നു പറഞ്ഞ ഇതേ പിണറായി വരുന്നു എന്നുള്ള രീതിയിൽ പേടിപ്പിച്ചു ആൾക്കാരെ. അതിനൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അതും മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സാധാരണ വികസന പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തിയില്ലേ? അത്യാവശ്യമൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് അത് അത് ഈ സോഷ്യൽ മീഡിയയുടെ ഗുണം അവരത്ര അറിഞ്ഞില്ല. അവർ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ കുഴപ്പമുണ്ടാവില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ മാതിരി അല്ലല്ലോ പിണറായി വിജയൻ, കെ കരുണാകരൻ എന്നൊക്കെ പറയുന്നവരൊരു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചേരുന്ന ആൾക്കാരാണ്. ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഇത്രയും ആപത്തുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല ആള്. പൊതുവെ എങ്ങനെയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ഒരു വ്യക്തിപരമായി വിലയിരുത്തുന്നത്? വ്യക്തിപരമായിട്ട് ഒരിക്കലും മോശം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ അച്ഛനായിട്ടൊക്കെ നല്ല അടുപ്പമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഞാൻ എന്നൊരു ഭാവമല്ലേ അതുണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്ത് ചെയ്താലും ഞാൻ എന്നുള്ള. അപ്പോൾ കൂടെയുള്ളവർക്കത് പിടിക്കില്ല. കാണുമ്പോഴൊക്കെ വളരെ നല്ല പെരുമാറ്റവും ഒക്കെ. ഞാൻ അത്രയും സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നും, അതായത് സ്വന്തം കഴിവുള്ളവർക്കാണ് അങ്ങനെ ഒരു ഇത് വരിക. പക്ഷെ ഇത്തിരി കൂടിപ്പോയി. കാരണം ആൾക്കാർക്ക് കാണുമ്പോൾ ഇത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ല ഗുണമുണ്ടോ ഇല്ലേന്നൊന്നും ആരും കാണാൻ നോക്കിയിട്ടില്ല. ഇതങ്ങോട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായ സോഷ്യൽ മീഡിയയിൽ കൊല വിളിക്കും പിറ്റേ ദിവസം. കുറേ കേൾക്കുമ്പോൾ നമ്മൾ പറയില്ലേ 10 പ്രാവശ്യം നുണ പറഞ്ഞാൽ അത് സത്യമെന്ന്. അതാണ് ഉണ്ടായത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനൊപ്പം ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ KC വേണുഗോപാലും ഒരുപോലെ മത്സരിച്ച് അവസാനം VD സതീശനാണ് നറുക്ക് വീണത്. അതിനെ എങ്ങനെ കാണുന്നു? അതിതല്ലേ എല്ലാവരും കൂടി പറയല്ലേ ജനനായകനാണ്, ഇതാണ്. ആള് കുഴപ്പമുള്ള ആളൊന്നുമില്ല. അങ്ങനെ ആരാളെ ദ്രോഹിക്കാനോ അങ്ങനെയൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ അത് ഈ പറഞ്ഞ മാതിരി ഘടകകക്ഷികൾ തീരുമാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര നാണക്കേടാണ്. എനിക്ക് അവരോടൊന്നും ഒരു വിരോധം ഉണ്ടായിട്ടില്ല. ഒരുമിച്ച് കുറേ കാലം ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവർ. കുഴപ്പക്കാരായിട്ടല്ല ഞാൻ പറയണം. പക്ഷെ നമ്മുടെ ഒരു പാരമ്പര്യം, നമ്മുടെ ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ അറിയാം കെ കരുണാകരനായിരിക്കും മുഖ്യമന്ത്രി. പിന്നെ അതിൽ തർക്കമില്ല, നേരെ പോയി ഇത് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറാണെങ്കിൽ അങ്ങനെ. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ആദ്യം തന്നെ ആരാന്ന് പറഞ്ഞിട്ടുമില്ല. പിന്നെ ഘടകകക്ഷികൾ തീരുമാനിക്കുക. ഒന്നാമത് ഘടകകക്ഷികളെ അഭിപ്രായം പറയാൻ ശക്തമായ നേതൃത്വം ഇല്ലാത്തതുകൊണ്ടാണ് അത്. അവർ കോൺഗ്രസിനെ പേടിപ്പിക്കുക. അതായത് ഈ 63 സീറ്റുള്ള കോൺഗ്രസിനെ പേടിപ്പിക്കണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വം എത്രമാത്രം ദുർബലമായി എന്നുള്ളതാണ് അറിയേണ്ടത്. ശരിക്കും രാഹുൽ ഗാന്ധിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോയതാണ് ഇത്രയും വൈകിയത്. അതെ, അദ്ദേഹത്തിനെയും പേടിപ്പിക്കല്ലേ അവര്. ഞങ്ങളുടെ ഒരു സമ്മർദ്ദം ഇതിലുണ്ടെന്ന് തോന്നി. ലീഗ് മാത്രമൊന്നുമല്ല, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ജോസഫ് ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഷിബു ബേബി ഒക്കെ പറഞ്ഞ് ഞാൻ കണ്ടു. ഇതിൽ ഇപ്പൊ ഈ ഒരു 3 പേരിൽ VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ഈ 3 പേരിൽ പത്മജയുടെ ഒരു ചോയ്സ് ചോദിച്ചാൽ, ഇതിപ്പോ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ടാ ചോദിക്കുന്നത്, ആരുടെ പേരായിരിക്കും പറയാം? അത് രമേശ് ചെന്നിത്തല നല്ലതായിരുന്നു. വേറെ ഒന്നും ഉണ്ടല്ല. അദ്ദേഹം ആരെയും വെറുപ്പിക്കില്ല. പിന്നെ ഒരു പ്രവർത്തന പരിചയം ഉണ്ടല്ലോ അത്. പിന്നെ ഈ പറഞ്ഞ മാതിരി VD സതീശനും അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളാണ്.
ആ രീതിയിലും വി ഡി സതീശൻ നമ്മളിനി കാണാനിരിക്കണേ ഉള്ളൂ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ രമേശ് നമ്മൾ ആഭ്യന്തരമന്ത്രി ഏറ്റൊക്കെ കണ്ടിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് പറയുന്നത് കേട്ടിട്ടുണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാണ്. എവിടെയെങ്കിലും പോയി കൊടുങ്ങുന്ന പറയാം. അപ്പോൾ പക്ഷെ അത് നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. കെ സിയുടെ എനിക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. കാരണം കെ സി മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്, അധികം കാലം ഇരുന്നിട്ടില്ലല്ലോ, നമുക്കതിനെപ്പറ്റി അറിയില്ല. കെ സി പക്ഷേ പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ലല്ലോ. കെ സി അവിടുന്ന് പിന്നെ നേരിട്ട് കെട്ടിയിറക്കാൻ നോക്കി എന്നുള്ളതായിരുന്നല്ലോ ആക്ഷേപം. അദ്ദേഹം അങ്ങനെ ആയിരുന്നെങ്കിൽ കേരളത്തിൽ മത്സരിച്ചാൽ പോരായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, പണ്ട് കെ കരുണാകരനെ മാറ്റിയല്ലോ, ആ സമയത്തും ഒരാൾ ഇതേമാതിരി വന്നിറങ്ങിയതാ. കെ കെ ആന്റണി. അപ്പം ആർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ? രണ്ട് കൈ നീട്ടി സ്വീകരിച്ചല്ലോ. ഇപ്പം മാത്രം എന്താ പ്രത്യേകത? അപ്പം അതിൽ വലിയ കാര്യമൊന്നുമില്ല. മത്സരിച്ചാൽ തോറ്റു പോകുന്നൊക്കെ ഉള്ളൂ, അതൊക്കെ ഒരു പ്രചരണമാണല്ലേ. ഒരു മുഖ്യമന്ത്രിയായിട്ടൊരാൾ നിന്നാൽ തോക്കുന്ന എനിക്ക് തോന്നുന്നില്ല. വല്ല മന്ത്രിയൊക്കെ ആയി വല്ല ബഹളമൊക്കെ ഉണ്ടായിട്ടാണെങ്കിൽ അങ്ങനെ കെ സിയുടെ ആർക്കും വെറുപ്പൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം തോക്കുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. താങ്കളുടെ ജ്യേഷ്ഠനായതുകൊണ്ട് പറയുകയല്ല, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് എന്തുകൊണ്ടും അർഹനായ ഒരു നേതാവാണ് ശ്രീ കെ മുരളീധരൻ. അദ്ദേഹത്തെ പരിഗണിച്ചില്ലല്ലോ, എന്തു പറയുന്നു? പരിഗണിക്കില്ല, അതാണ് കോൺഗ്രസ്. കഴിവുള്ളവനെ പരിഗണിക്കില്ല. സ്വാധീനം ഇത് വെച്ചിട്ട് അധികാരം. ഇപ്പോൾ കെ മുരളീധരനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ എം എൽ എമാരുണ്ടാവില്ല. കാരണം അധികാരം ആർക്കാം അവിടെ? കെ സി വേണുഗോപാലിനാണ്. പിന്നെ ഘടകകക്ഷികളുടെയൊക്കെ ഇത് വി ഡി സതീശനാണ്. വി ഡി സതീശന് അധികം അനുയായികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഗ്രൂപ്പുണ്ട്, കെ മുരളീധരന് ഗ്രൂപ്പില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ സ്വാധീനം ഇല്ല എന്നാണ് ഇവർ പറയണത്. പക്ഷെ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയാൽ കെ മുരളീധരന് നല്ല സ്വാധീനമുണ്ട്. 10 ആൾക്കാരെ ഒരു സ്ഥലത്തിറങ്ങിയാൽ 10 പേരെങ്കിലും അപ്പം കൂടും. അത് ഇവർക്ക് ആർക്കും ഇല്ല. അപ്പം അതുകൊണ്ട് സമ്മതിക്കില്ല. അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയി മത്സരിച്ച് ജയിക്കുക ഇത്തവണ വളരെ ടഫ് ഫൈറ്റായിരുന്നു. അതെ, ഞങ്ങളൊക്കെ വിചാരിച്ചു എന്ത് വെട്ടിത്തര കാണിച്ചതെന്ന്. പക്ഷേ വട്ടിയൂർക്കാവില്ല. അതെന്താ അങ്ങനെ വിചാരിക്കാൻ കാര്യം? അല്ല, അവിടെ BJPക്ക് നല്ല ശക്തിയുള്ള സ്ഥലമാണ്. അപ്പോൾ അവർ വോട്ട് പിടിക്കണ മുഴുവൻ കോൺഗ്രസിൻ്റെയാണെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനിപ്പോൾ കണ്ടൊരു പ്രത്യേകത, BJP പിടിക്കുന്ന വോട്ട് മുഴുവൻ LDFൻ്റെയാണ്. തെറ്റിദ്ധാരണയാണ് കോൺഗ്രസിൻ്റെ എന്നുള്ളത്. അത് ശരി. അന്നേരം അത്രയും ഒരു വാശിയേറിയ കോൺസ്റ്റിറ്റ്യുവൻസി പുള്ളി തെരഞ്ഞെടുത്തത് ജനങ്ങളിലുള്ള ഒരു വിശ്വാസം കൊണ്ടായിരിക്കും. അതെ, പറഞ്ഞല്ലോ ആള്, എനിക്ക് വട്ടിയൂർക്കാവില്ല ജനങ്ങളോട്. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഈ LDFനോടുള്ള അത്ര ദേഷ്യം ഇല്ലെങ്കിൽ അദ്ദേഹം ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ, അത് ഉറപ്പാണ്. അവിടെ BJPക്ക് അത്രയും സ്വാധീനം? BJPക്ക് സ്വാധീനമുണ്ട്. പിന്നെ അവിടുത്തെ MLA പറ്റി ആർക്കും ഒരു കംപ്ലൈന്റ് ഇല്ല. അതെ, ഇദ്ദേഹം എന്തായാലും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ആര്? ശ്രീ കെ മുരളീധരൻ. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് മാത്രമല്ല, അദ്ദേഹം മാത്രമല്ല മറ്റേ സതീശനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഹൈക്കമാൻഡിന്റെ മുന്നിൽ വ്യക്തമായ നിലപാട് തുറന്നു. അതെ, അല്ലേ? അതിന് പേടിയൊന്നുമില്ല. നിങ്ങൾ സഹോദരനും സഹോദരിയും തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയോ? അങ്ങനെ പിണക്കായിട്ട് ഞാനൊരിക്കലും പിണങ്ങായിട്ടില്ല. പിന്നെ ഇപ്പോൾ കണ്ട സംസാരിക്കും, കല്യാണങ്ങൾക്കോ ഇതൊക്കെ വന്ന കാര്യങ്ങൾ. ദൈനംദിന സംസാരം അതില്ല. ഇല്ല ഇല്ല ഇല്ല. അത്ര ഒരു രാഷ്ട്രീയത്തിൽ അത്രയ്ക്കൊക്കെ ഒരു ശത്രുതയുടെ ആവശ്യമുണ്ട്? ഇല്ല, അതെന്നോടല്ല വയ്ക്കേണ്ടത്, കെ മുരളീധരനോട് വയ്ക്കേണ്ടത്. അദ്ദേഹം പല പ്രാവശ്യം പാർട്ടി മാറി പണ്ട്. അപ്പൊ ഒന്നും ഞാൻ മിണ്ടാന്നിട്ടില്ലല്ലോ ഒരിക്കലും അദ്ദേഹത്തിനോട്. ഞാൻ വർത്താനം പറയും, മറ്റേ ദിവസവും വിളിക്കും, ഒക്കെ ചെയ്യുമായിരുന്നു. ഇത് ഇപ്രാവശ്യം എനിക്കും കുറച്ച് വാശി വന്നിട്ട് തന്നെയായിട്ടുള്ള കാര്യം പറയാമല്ലോ. അതായത് ആ പാർട്ടി മാറിയതിൻ്റെ പേരിൽ എന്താ അദ്ദേഹം അന്നത്തെ ദിവസം പറഞ്ഞ് എൻ്റെ പെങ്ങളല്ല, ഇനി ഒരിക്കലും മരിക്കുന്നവരെ ബന്ധം ഉണ്ടാവില്ല. അതെന്നെ വല്ലാണ്ട് സങ്കടപ്പെടുത്തി. ഇപ്പോഴും വേണമെങ്കിൽ എനിക്ക് തോന്നണു ചിലപ്പോൾ ഞാൻ മുൻകൈ എടുത്താൽ അദ്ദേഹം കുറച്ചും കൂടി ക്ലോസ് ആൾ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇതൊന്നുമല്ല, പാവാണ്. പക്ഷെ എന്നാലും ഓരോരുത്തരിങ്ങനെ പിരിച്ചു കൊടുക്കുക, അതിൽ പെട്ടെന്ന് വീഴും. ഞാൻ പിന്നെ അങ്ങനെ വീഴില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയാലേ ഞാൻ വഴക്കിടുള്ളൂ. അപ്പോൾ ഇതെന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു. സ്വന്തം അനിയത്തിയല്ല, ഒരേ അമ്മയുടെ വയറ്റിന്ന് സ്നേഹിച്ച് കളിച്ച് വളർന്ന ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് ഞാൻ പെങ്ങളല്ലാതാവണേ? ഒരേ വീട്ടിൽ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരുപാട് എല്ലായിടത്തും ഉണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ കോൺഗ്രസ് കിട്ടപ്പോൾ മറ്റേ DIC ഉണ്ടാക്കിയപ്പോൾ ഞാൻ പോയില്ലല്ലോ കൂടെ. ഞാൻ കോൺഗ്രസ് എന്ന് വെച്ചിട്ട് എനിക്ക് എൻ്റെ അച്ഛനോട് ഇഷ്ടമല്ലേ. അപ്പോഴും അച്ഛനെ നോക്കിയിരുന്ന ഞാൻ തന്നെയാണ്. എല്ലാരും പറയുന്നത് ഇതൊക്കെ പുറമെ ഇങ്ങനെയൊക്കെ പറയും, നിങ്ങൾ തമ്മിൽ ഒരു അന്തർധാര ഉണ്ടെന്ന്. ഇല്ല, അങ്ങനെയല്ല. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ചേട്ടൻ എന്നുള്ള ബഹുമാനവും ഇതൊക്കെ ഉണ്ട്.
അതുകൊണ്ട് ഞാൻ ഇത്രയും കാലം അദ്ദേഹത്തിനെ പറ്റി വല്ല കുറ്റം പറഞ്ഞിട്ടുണ്ട. എന്നെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തുമ്പോൾ ഞാൻ ടി വി ഓഫ് ചെയ്ത് പോകുന്നല്ലാണ്ട് ഞാൻ അതിന് മറുപടിയേ പറയില്ല. ഇല്ല. ഇപ്പം തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് വിളിച്ച് അഭിനന്ദിക്കുകയാണ് ചെയ്തത് ജയിച്ച ശേഷം. അങ്ങനെയൊന്നും പണ്ടേ ഇല്ല ഞങ്ങൾ തമ്മിൽ. ഇല്ല, കണ്ടിട്ടുമില്ല. പക്ഷെ ഇന്നലെ വീട്ടിൽ പോയി, തൃശ്ശൂർ എൻ്റെ വീട്ടിൽ പോയി. അച്ഛനും അമ്മയും അവിടെ അല്ലേ, കേരളത്തിൽ ഫോട്ടോ ഉണ്ട്. ആ വീട്ടിലിപ്പോ അവിടെ അല്ലേ പത്മജ താമസം? ഞാൻ അവിടെ പോകുമ്പോ താമസിക്കാം. അന്നേരം കോൺഗ്രസ് പ്രവർത്തകർ പലപ്പോഴും അവിടെ വരാറുണ്ട്. വരും, ഇപ്പോഴും വരും. അല്ലാണ്ട് എന്നെ കാണാനും വരുമല്ലേ? ആ ഒരു ബന്ധമുണ്ട്, എല്ലാവരുമായിട്ടുണ്ട്. കോൺഗ്രസ് അത് അച്ഛൻ്റെ ഭാര്യയാണ്. എല്ലാ പാർട്ടിക്കാരായിട്ട് നല്ല ബന്ധം അവിടെ. കോൺഗ്രസിൽ ഒരിക്കലും പോയില്ല എന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ തിരിച്ചു വരാനായിട്ട് ആൾക്കാർ ക്ഷണിക്കുന്നുണ്ടോ? അതൊക്കെ ഉണ്ട്, ഉണ്ടല്ലേ? ആദ്യം പോയതപ്പോ തൊട്ടേ ഉണ്ട്. ഞാൻ പറയില്ല, കാരണം വേറൊന്നുമല്ല, ഞാൻ അങ്ങനെ തീരുമാനം എടുക്കുന്ന ആളിലൊക്കെ സഹിച്ചിങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന ഒരാളാണ്. അത്രയും സഹിക്കാൻ പറ്റാണ്ടാണ് ഞാൻ പോയത്. ഒറ്റ ദിവസം കൊണ്ട് എടുത്ത തീരുമാനമാണ് അത്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ദോഷമൊന്നും വന്നില്ല. കാരണം അവരും നല്ല പലരും കോൺഗ്രസ് പോയ ആൾക്കാരാണ്, ബി ജെ പി പണ്ടത്തെ ഇതൊക്കെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരേ സ്വീകരണം തന്നെയാണ്. അവിടെ കുറച്ചും കൂടി കൂടുതൽ കിട്ടും. ബി ജെ പിയിലെ ഇപ്പം ദേശീയ കൗൺസിൽ അംഗവും കോർ കമ്മിറ്റി അംഗവുമാണ്. പക്ഷേ അന്ന് ഈ പോയ സമയത്ത് ഗവർണർ പദവിയിലേക്ക് പരിഗണിക്കപ്പെടും, വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാകും. അവര് നോക്കിയിരുന്നു. അവര് ഇപ്പോഴും ഇനി അവര് തരൂട്ടോ. അവരിനിയിപ്പോ എന്താ തരാൻ പോണേ നമുക്കറിയില്ല. അവര് പരിഗണിക്കും കാര്യമായിട്ട്. അവിടെ ഒരു അവഗണനയൊന്നുമില്ല. ഇല്ല. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അതിന്റെ നേതൃയോഗം നടക്കാം. അതിൽ പങ്കെടുക്കാൻ കൂടിയാണ് തിരുവനന്തപുരത്തേക്ക് വന്നത്. പൊതുവെ ബി ജെ പി ഇത്തവണ 3 സീറ്റുകൾ വിജയിച്ചു. പക്ഷെ അതിൽ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നില്ലേ? ഒരു 5 സീറ്റെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. അത് ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ വന്നല്ലോ. തരംഗത്തിലല്ല, സുനാമിയിൽ പെട്ടുപോയതാ. ആരാ എന്താണെന്നൊന്നും അറിയില്ല. എല്ലാവരും ചെയ്തു എന്നാ, പാർട്ടി വ്യത്യാസമില്ലാണ്ട് എങ്ങനെങ്കിലും പിണറായിനെ ഇറക്കണം താഴത്തേക്ക്. അതായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ശ്രീ KV തോമസ് എഴുതിയ പുസ്തകത്തിൽ പത്മജയെ കുറിച്ച് പരാമർശമുണ്ട്. അതായത് സോണിയാഗാന്ധി ലീഡറുമായിട്ടൊക്കെ തെറ്റാൻ കാരണം പത്മജയ്ക്ക് സീറ്റ് കൊടുക്കാൻ ശ്രമിച്ചതാണ്. എന്ത് പറയുന്നു? എന്തൊരു നുണയാന്നറിയാം. കാരണം ഞാനും ശ്രീമതി സോണിയാഗാന്ധിയും ഭയങ്കര അടുപ്പായിരുന്നു മാനസികമായിട്ട്. ഞാൻ എപ്പോഴും എനിക്ക് ആ പാർട്ടി വിട്ടു പോകുന്നതിൽ വിഷമമില്ല. പക്ഷെ എനിക്ക് അവരോടൊരു മാതൃതുല്യമായിട്ടുള്ളൊരു സ്നേഹമായിരുന്നു. എൻ്റെ കാര്യത്തിന് അവരൊരിക്കലും എന്തിനാ പറയണ്ട, ആദ്യം അച്ഛൻ മരിച്ചിട്ട് മുരളിയേട്ടന് പകരം എൻ്റെ പേര് പറഞ്ഞതാണ് സോണിയാഗാന്ധി. അപ്പോൾ അത്രയും അവർക്ക് എന്നോട് ഇഷ്ടമായിരുന്നു. ഇതങ്ങനെയല്ല. ഇദ്ദേഹം എൻ്റെ അച്ഛന് ക്ഷീണം പറ്റിയപ്പോഴേക്കും നേരെ AKANയുടെ അടുത്തേക്ക് ചാടി. കുറച്ച് കാലം ഉമ്മൻചാണ്ടിയുടെ അടുത്ത് പോകാൻ നോക്കി, അദ്ദേഹം അടുപ്പിച്ചില്ല. അദ്ദേഹത്തിന് കുറച്ചുകൂടി ബുദ്ധിയുള്ളതുകൊണ്ട് അദ്ദേഹം അടുപ്പിച്ചില്ല. അത് കഴിഞ്ഞ് അപ്പം തന്നെ വീണ്ടും തിരിച്ച് മറ്റേ പിണറായിയുടെ കൂടെ വന്നല്ലോ. ഇനിയിപ്പോൾ അടുത്ത എവിടേക്ക് പോകാനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിന് എന്നെ പറയേണ്ട കാര്യം എന്താ? ഇല്ലാത്ത സംഭവം അങ്ങനെ കാര്യമേ ഉണ്ടായിട്ടില്ല. അറിയോ, എല്ലാം പറയുന്നതിൽ പകുതി നുണയാ. എനിക്ക് എന്താ സംശയം? പിന്നെ അങ്ങൊരു എൻ്റെ മറ്റേ ഹസ്ബൻഡിൻ്റെ അവിടെ പ്രൊഫസറായിരുന്നു തേവര കോളേജിൽ. അങ്ങനെ അതും അങ്ങൊരു വഴിയാണ്. ഒന്ന് അച്ഛൻ്റെ അടുത്തതായി, പിന്നെ INTUCയുടെ എന്തോ ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആദ്യമായിട്ട് അച്ഛൻ പറയുന്നത് പാർലമെൻറ്റിൽ നിൽക്കാൻ. അതോടെ അദ്ദേഹത്തിൻ്റെ ബോധം പോയി. അങ്ങൊരു ഇരിപ്പിരുന്ന് ഓർമ്മയുണ്ട് എനിക്കിപ്പോഴും, പേടിച്ചിട്ട്. അത് കഴിഞ്ഞ എല്ലാം അതുകൊണ്ടാണ് മറ്റേ ഈഡൻ ഉണ്ടല്ലോ, ഹൈബി ഈഡൻ്റെ അച്ഛൻ, ആളൊക്കെ അച്ഛനോട് ഇത്തിരി അകലാൻ കാരണം ഇദ്ദേഹം ആരെയും വളരാൻ സമ്മതിക്കില്ല. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. അത് ആരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കിയാൽ അറിയാം അച്ഛൻ്റെ അടുത്തുള്ള സ്വാധീനം. അച്ഛൻ്റെ എല്ലാ ഇതും മേടിച്ച് സോണിയാഗാന്ധിയുടെ അവിടെ കയറി പറ്റി. സോണിയാഗാന്ധിക്ക് മീൻ കൊണ്ടു കൊടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം. ഞങ്ങൾക്ക് തിരുത കൊണ്ടു ഞാൻ ഇന്ന് വരെ ഒരു എന്താ പറയുക സാധനം കൊണ്ടുവന്ന് തന്നിട്ടില്ല. ഇത്രയും ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് മാതിരി നടത്തുന്നുണ്ട് ഒരു കുമ്പളങ്ങിയിൽ. ഇന്ന് വരെ നമ്മളെ ഭക്ഷണം കഴിക്കാൻ പോലും കൊണ്ടുപോയിട്ടില്ല. തിരുത തന്നു. അവരൊക്കെ ദിവസവും ഊണ് കഴിക്കാനുണ്ടാവും. എനിക്ക് സന്തോഷമുള്ളൂ ഫുഡ് വെച്ച് വിളമ്പാൻ. അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ ടൂറിസത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകണ്ടായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ലീഡറിന്റെ ഒരു ആശീർവാദത്തോടെ വന്നിട്ട് പറഞ്ഞു കേട്ടാണ്, അത്രമാത്രം ശരിയാണെന്ന് അറിയത്തില്ല. ലീഡർ മരിച്ച ദിവസം ഇത് രാത്രി സിനിമയ്ക്ക് പോയി, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ എന്തായിരിക്കും ഇങ്ങനെയൊക്കെ പുള്ളി എഴുതാൻ കാര്യം? അതിനിപ്പോൾ വേറെ ആരെങ്കിലും സന്തോഷിപ്പിക്കാനുണ്ടാവും അദ്ദേഹത്തിന്. നമ്മളെയൊക്കെ കുറ്റം പറഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചെനി കോൺഗ്രസ്സിൽ വരാനായിരിക്കും.
അതുപോലെ അദ്ദേഹം സതീശനെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണെന്നൊക്കെ അതെ 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 ഇപ്പൊ പറയുന്നുണ്ട്. അതെ. അത് മാത്രം, പക്ഷേ ഇവര് LDF ഇദ്ദേഹത്തെ തലയിൽ കയറ്റി വെച്ചല്ലോ. അതെ, കാരണം എന്താ പറയുക, ഇദ്ദേഹത്തിന് പള്ളികളായിട്ട് പിന്നെ ഡൽഹിയിലും ബന്ധങ്ങളുണ്ട് നന്നായിട്ട്. അത് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയതാ, അല്ലാണ്ട് അദ്ദേഹത്തിനുള്ള പ്രത്യേകിച്ചുള്ള സ്നേഹമൊന്നും കൊണ്ടല്ല. അതുകൊണ്ട് പക്ഷെ അവർക്ക് ഗുണത്തെ കാണാറെ ദോഷമല്ലേ അദ്ദേഹത്തെ പോലെ ഒരാളെ കൊണ്ടുവന്നത്. അതെ, അത് ഭയങ്കര ക്രിട്ടിസായിരുന്നു എല്ലാ സമയത്ത്. അങ്ങനെയാണ് പിന്നെ ഒന്ന് അങ്ങോട്ട് ഒതുങ്ങിയത്. BJPയിൽ വന്നിട്ട് ഒരു ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്തയുണ്ടോ? ഇല്ല, എല്ലാവരും നന്നായി പെരുമാറുന്ന ആൾക്കാരാണ്. ഇപ്പം തൃശ്ശൂരൊക്കെ കൗൺസിലർമാരൊക്കെ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷെ അവരുടെ കയ്യിൽ നിൽക്കണില്ലായിരുന്നു കാര്യങ്ങളെ. പറഞ്ഞ മാതിരി അവർ നമ്മളോടൊക്കെ ഇഷ്ടം, എന്നോട് ഇത്രയും സ്നേഹം കാണിച്ചൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല ആൾക്കാർ. വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. പക്ഷെ അതിനേക്കാളും അവരെ ഭരിച്ചിരുന്നത് ഈ ദേഷ്യമാണ് ഇവരോടുള്ള, പിണറായിയോടുള്ള. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മതിയായോ അതോ? എനിക്ക് അല്ല, അങ്ങനെയില്ല. ഞാൻ ഇപ്രാവശ്യം നിൽക്കില്ല എന്ന് തീരുമാനിച്ചായിരുന്നു. അതെനിക്ക് പറ്റുന്ന പണിയല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ മത്സരിക്കാനില്ല. പാർട്ടി പ്രവർത്തനം എനിക്കിഷ്ടമാണ്, അതെനിക്ക് നല്ല ഇഷ്ടമാണ് പാർട്ടി പ്രവർത്തനം. അങ്ങനെ പറഞ്ഞാൽ വേണമെങ്കിൽ അല്ല, വേണമെങ്കിൽ നിൽക്കുക എന്നല്ല, അവർ പറഞ്ഞാൽ നിന്നോളാം എന്നുള്ളതാണ്. അപ്പം പിന്നെ നമുക്കതിൽ വേറെ ചോയ്സില്ല. പക്ഷെ അത് എനിക്കറിയില്ല ഇനി എങ്ങനെയാണ് ഇവരുടെ തീരുമാനം. അവരെന്താ പറയണതെന്ന് വെച്ചാൽ അത് കേൾക്കുക, അത്രയേ ഉള്ളൂ. എൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളൊന്നും എടുക്കില്ല ഞാനിനി. ലീഡർക്ക് ഒരു ഉചിതമായ സ്മാരകം ഇനിയും തിരുവനന്തപുരത്ത് വന്നില്ലല്ലോ. നോക്കട്ടെ, ഇവർ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ നടക്കുമെന്ന് നോക്കട്ടെ. അതിനുവേണ്ടി ഇടയ്ക്ക് അതിൻ്റെ ഒരു പ്രവർത്തനമൊക്കെ ഒന്ന് സജീവമായതല്ല. പിന്നെ അന്ന് ഞാനല്ലേ സജീവമാക്കിയത്. അപ്പോൾ അവരത് വിട്ടോ? അത് ഇല്ല, ഇപ്പോഴും പണി നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ വീട്ടിൽ വരുമ്പോൾ എന്താ തോന്നുന്നത് ശരിക്കും? ഭയങ്കര വിഷമം തോന്നാറുണ്ട്. കാരണം ആ വീട്ടിൽ അച്ഛനുണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴും. അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടായിരുന്നു. കാരണം അമ്മയുടെ ബാക്കിൽ തൊട്ട് സൈഡിലെ വഴിയിൽ എൻ്റെ അമ്മയുടെ പേരാണ്. പിന്നെ കല്യാണി. അപ്പോൾ അച്ഛന് വേണ്ടി ഉണ്ടാക്കിയ വീടാണ്. അച്ഛൻ്റെ റൂം, അച്ഛൻ്റെ ഓഫീസ് റൂം, അച്ഛൻ്റെ പൂജാ റൂം ഒക്കെ ഒരേ സ്ഥലത്തായിട്ട്. പിന്നെ അച്ഛനതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് വീട്. ഇങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എപ്പോൾ പോകുമ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ടാണ് പോവുക ആ വീടിനെ. പക്ഷെ അവസാനം പോയപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല അച്ഛൻ. എന്തോ ഒരു ഇൻറ്റ്യൂഷൻ മാതിരി അച്ഛനുണ്ടായിരുന്നു, ഇനി തിരിച്ചു വരില്ല എന്ന്. അയ്യോ, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അച്ഛൻ്റെ വിളിയും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മോളെ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുകയും. അപ്പം ഞാൻ ഓടി താഴെ പോവും. അപ്പോൾ ഈ പനിയുള്ള സമയത്ത് ഞാൻ അങ്ങനെ താഴത്തേക്ക് പോവില്ല അച്ഛൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഉടനെ എന്ത് ചെയ്യുമെന്ന് പറയാം, മുകളിൽ വന്ന് നിൽക്കാൻ പറയും എന്നോട്. എന്നിട്ട് താഴത്തുനിന്ന് കണ്ണട വെച്ച് നോക്കും, എൻ്റെ മുഖത്ത് ക്ഷീണമുണ്ടോ പനിയുണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, അത് കെ കരുണാകരൻ എന്ന് പറഞ്ഞ ആളല്ല, എൻ്റെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മിസ്സിങ്ങാണ് അച്ഛൻ പോയത്. ഇപ്പോൾ നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പോർവിളികൾ കണ്ടു. ഇവരൊക്കെ തമ്മിൽ വാശിയേറിയ ഒരു മത്സരം. പക്ഷെ അന്ന് ലീഡറും AK ആന്റണിയും തമ്മിലൊക്കെ ഇതൊക്കെ ഗ്രൂപ്പും ഒക്കെ ഉണ്ടെങ്കിലും അവർ തമ്മിലുള്ള അടുപ്പം എങ്ങനെയായിരുന്നു? ഇതെല്ലാം അടുത്ത് നിന്ന് കണ്ട ആളാണ്. അതെ, അത് അവരൊക്കെ ഏറ്റവും അങ്ങനെ ഗ്രൂപ്പ് വഴക്ക് അന്ന് ശക്തമായിട്ടുള്ള സമയമാണ്. ഞാൻ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ഇതിനു വേണ്ടി തല്ലൂടെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ സമയമാകുമ്പോൾ അവരൊന്നാവും. ഞാൻ ചോദിക്കും, ഇതെങ്ങനെയാണ് ഇതിങ്ങനെ പറ്റണേ? അതുവരെ അടിയും ബഹളമായിട്ട് നിന്നിട്ട് പാർട്ടിക്ക് ദോഷം ഉണ്ടാക്കുക. ഈ ഇലക്ഷന് കെ കരുണാകരൻ മുഖ്യമന്ത്രി, കെ കരുണാകരൻ തന്നെയാണ് മുഖ്യമന്ത്രി. അതിൽ AK ആന്റണി ഇത് ചോദിക്കാൻ വരില്ല, അതേമാതിരി ഉമ്മൻചാണ്ടി സാറുള്ളപ്പം ഇതാവാൻ വരില്ല. അങ്ങനെ അത് വല്ല വഴക്കും അങ്ങനത്തെ കേട്ടിട്ടുണ്ടെന്ന്. നേതാക്കളുടെ കാലം കഴിഞ്ഞു. അതെ, ഇപ്പം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഗ്രൂപ്പാണ്. എന്തിനാ പറഞ്ഞിട്ട് ലോക്കൽ നേതാവിന് വരെ ഗ്രൂപ്പാണ്. നമ്മൾ മറ്റവരോട് മിണ്ടിയ പ്രശ്നം, ഞാൻ എല്ലാവരുടെ അടുത്തേക്കും പോകും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അവസാനം ഇപ്പോൾ ഗ്രൂപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സുധാരേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്ക് പേഴ്സണലൊരു സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിനും എന്നെ സമാധാനിപ്പിക്കാനും ഒരു സ്വന്തം മകളെ പോലെ കൊണ്ടു നടക്കാനും ഭയങ്കര ഇതായിരുന്നു. മോളെ നീ വിഷമിക്കേണ്ട. ഞാനൊരു അച്ഛൻ്റെ കാര്യം പറഞ്ഞ് കരഞ്ഞു. അതായത് ആ കെട്ടിടം, എനിക്കതെല്ലാം വിഷമമായിരുന്നു. എനിക്കല്ലാണ്ട് ബാക്കിയുള്ള സാധനം പൂർത്തിയാക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് അങ്ങോട്ടാണ് പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്ത ആളാണ് അക്കാര്യത്തിൽ. നല്ലൊരു KPCC പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ തീർച്ചയായിട്ടും നല്ലൊരു മനുഷ്യൻ. ഈ കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു നന്നായിട്ട്. അല്ല, അദ്ദേഹം ആ ഒരു ആത്മാർത്ഥം കൊണ്ടുള്ള ഒരു ചില വികാര പ്രകടനങ്ങളായിരിക്കും. പക്ഷെ അദ്ദേഹത്തെ ക്രൂശിക്കാൻ കോൺഗ്രസിന് ഒരു വിഭാഗം ഉണ്ട്. പിന്നെ ഇതങ്ങനെയാണ്, കറിവേപ്പില മാറിയ കുറച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ ഇപ്പം എല്ലാം ചെയ്ത് നമ്മൾ പാർട്ടീനെ മുമ്പിൽ കൊണ്ടെത്തിച്ച അവർ പിന്നെ കറിവേപ്പിലയാണ് അവിടെ.
ഇപ്പോൾ കേരളത്തിൽ പിന്നെ കോൺഗ്രസിനെ ദീർഘകാലം നയിച്ച രണ്ട് നേതാക്കളാണ് ലീഡറും AK ആന്റണി. അതെ പക്ഷെ അവരെ രണ്ടുപേരുടെയും കുടുംബത്തിൽ നിന്ന് BJPക്ക് ആൾക്കാരുണ്ടായി. അതെ. അത് വാസ്തവത്തിൽ പിന്നെ അതെങ്ങനെയാണ് കാണുന്നത്? അതൊരു വിഷമമുള്ള കാര്യമാണോ അത്? ഇല്ല, വിഷമമൊക്കെ ഉണ്ടാവും നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും. ഇത്രയും കാലം ഞാൻ ജനിച്ചപ്പോൾ വീണത് ഇതിലൊക്കെയാണ്. അപ്പോൾ എത്രമാത്രം അപ്പോൾ കോൺഗ്രസിൻ്റെ ആൾക്കാരുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ മതി. നമ്മൾ എവിടെ ചെന്നാലും എന്നെയായാലും മുരളിയേട്ടൻ ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും മുരളിയേട്ടനെ ഏറ്റവും ചവിട്ടണേ എനിക്കറിയാം. പക്ഷെ ആൾ 2-3 പ്രാവശ്യം പോയ അനുഭവം വെച്ചിട്ടാണ് ആൾ പിന്നെ തിരിച്ചു വന്ന് ഇനി വേറെ ഒന്നിലേക്കും ഇല്ല എന്നുള്ളൊരു തീരുമാനം എടുത്തത്. അതുകൊണ്ടാണ് ഈ ചവിട്ടും കുത്തൊക്കെ സഹിച്ചുകൊണ്ട് അവിടെ നിൽക്കണം. എനിക്ക് അത്രയും സഹിക്കാനൊന്നും പറ്റില്ല പറഞ്ഞാൽ. കുറേ സഹിച്ചിട്ടുണ്ട് ഞാൻ. അച്ഛൻ്റെ സങ്കടങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട ആൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സങ്കടം ദേഷ്യമുണ്ട് എൻ്റെ കൂടെ നമ്മളോട് കാണിക്കുന്നതും ഒരു വല്ലാത്ത സിറ്റുവേഷനായിരുന്നു ഞാൻ അനുഭവിച്ചത് അതിൻ്റെ ഉള്ളിൽ കിടന്ന്. തീരെ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. തീരെ അയ്യോ, ഇല്ലെങ്കിൽ ഞാൻ പോരും. എൻ്റെ അച്ഛനും സഹോദരനും പോയിട്ട് പോലും പോവാണ്ട് നിന്ന ആളാണ് ഞാൻ. അത്രമാത്രം ഇവരുടെ ഈ ഗ്രൂപ്പിസം, പ്രത്യേകിച്ച് തൃശ്ശൂർ ഈ പറഞ്ഞ മാതിരി KC വേണുഗോപാൽ ഞങ്ങളുടെ ആളാണ്, ഞങ്ങൾ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കല പണി ദിവസവും. അതേമാതിരി തന്നെ ഇവരൊക്കെ ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് സങ്കടമായി. ഒരിക്കലും അങ്ങനെ ഒന്ന് തുറന്ന് സംസാരിക്കാൻ അവസരം ഉണ്ടായില്ലേ? ഞാനാ ഇല്ല, ഞാൻ മുമ്പൊക്കെ പറഞ്ഞിരുന്നു ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ഇതാണ്. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവർക്കെതിരെ. കാരണം എന്താ കാരണം എന്ന് എനിക്കറിയില്ല. പല കാരണങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അവരുടെ വാക്ക് കേട്ടിട്ട് വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന എന്നെ പിടിച്ച് നേരെ എക്സിക്യൂട്ടീവിലേക്ക് ഇട്ടു. അല്ല, ലീഡറോട് ഒരു ഘട്ടത്തിലും KC പിണങ്ങിയായിരുന്നോ? അവരൊക്കെ പിണങ്ങിയിട്ടുണ്ട്. തിരുത്തൽവാ സമയത്ത് KC ഉണ്ടായിരുന്നു രമേശിനൊപ്പം. അതെ അല്ലേ? അതിനുശേഷം അവരടുപ്പം പിന്നീട് ഉണ്ടായില്ല അല്ലേ? ശ്രീ രമേശ് ഉണ്ടായിരുന്നു. രമേശ് തിരിച്ചു വന്നു അച്ഛൻ്റെ അടുത്ത് അവസാനം ഇതൊക്കെ പറഞ്ഞ്. ഉള്ളിൽ ആ കുറ്റബോധം ഉണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ സതീശൻ ഒരു തെറ്റും ചെയ്തിട്ട് അച്ഛനോട് ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ക്ഷമ പറയേണ്ട കാര്യമില്ലല്ലോ. വേണു പിന്നെ അങ്ങനെ വന്നിട്ടില്ല അച്ഛൻ്റെ അടുത്ത്. ഇപ്പോൾ കോൺഗ്രസിന് 102 സീറ്റുള്ള UDFന് 102 സീറ്റോടുകൂടിയാണ് കോൺഗ്രസ് മന്ത്രിസഭ വരുന്നത്. ഇതിന്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും? കാരണം അത് BJPയുടെ വളർച്ചയ്ക്ക് കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേര് BJPയിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഈ ഒരു ഇത് വന്നത് 102 സീറ്റ് എന്നുള്ളത് എങ്ങനെയായിരിക്കും ആ മന്ത്രിസഭയ്ക്ക്? അത്യാവശ്യം വരേണ്ടവരൊക്കെ വരും. കാരണം എന്താ അറിയോ, കോൺഗ്രസിന് കിട്ടുന്നേക്കാളും ഇത് ഘടകകക്ഷികൾക്ക് കൊടുക്കും. അപ്പം കോൺഗ്രസ്സിലെ പലരും പിണങ്ങും. പിന്നെ ഈ ഒരു എന്താ ഇങ്ങനൊരു പ്രൊപ്പഗാൻഡ ഉള്ളതുകൊണ്ട് അതിലത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യൻസിനും ഇനി പിണക്കാവും പല കാര്യങ്ങൾക്കും. അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് തന്നെ അവർക്ക് വിദ്യാഭ്യാസ ഇത് കൊടുക്കാനും സഹായം ചെയ്യാനൊന്നും ഇവർ സമ്മതിക്കുമോ? ഇവരെ കയ്യിലാണെങ്കിൽ ഇവരല്ലേ ചെയ്യുള്ളൂ. അപ്പം ഉറപ്പ് തുടങ്ങും. ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ മുഴുവൻ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും. ഞാൻ കുറേ കാലം കണ്ടിട്ടല്ല ഇതിനെ പറ്റിയിട്ട്. മക്കളൊക്കെ ഇപ്പോൾ അവിടെ? മോൻ അവിടെ ഉണ്ട്, എറണാകുളത്തുണ്ട് ബിസിനസ്സായിട്ട്. മോള് ദുബായി തന്നെ, കുട്ടികളും ഹസ്ബൻഡും. രാഷ്ട്രീയത്തിൽ കൂടുതൽ തിളങ്ങട്ടെ. എല്ലാ ആശംസകളും.